ചെറുപ്പക്കാരൻ വന്നുകൊണ്ട് നബിയോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, ഇന്നി ഉരീദുൽ ജിഹാദ മഅക യാ ഹബീബല്ലാഹ്. നബിയേ, നബിയേ, അവിടുത്തോടൊപ്പം ഞാൻ ജിഹാദ് ലക്ഷ്യം വെക്കുന്നുണ്ട് നബിയേ, യുദ്ധത്തിന് വരാൻ കൊതിക്കുന്നുണ്ട് നബിയേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹോദരനോട് ഉടനെ തന്നെ ചോദിച്ചു അത്രേ, അഹയ്യുൻ വാലിദാക്, നിന്റെ മാതാവും പിതാവും ജീവിച്ചിരിപ്പുണ്ടോ, ജീവിച്ചിരിപ്പുണ്ടോ? ജാബിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രത്തിൽ എന്താ, മാതാവ് മാത്രം ജീവിച്ചിരിപ്പുണ്ട്. ഇവിടെ റസൂലുള്ളാഹി ചോദിക്കുന്നത് അഹയ്യുൻ വാലിദാക്, മാതാവും പിതാവും ജീവിച്ചിരിപ്പുണ്ടോ? മാതാവിനെ മാത്രം നോക്കണമെന്ന ഉസ്താദ് പറഞ്ഞെന്ന് ആരും പറയരുത്. അതിനാ ഈ ഹദീസ് കൂടി ഞാൻ പറയും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹോദരനോട് ചോദിച്ചു അത്രേ, അഹയ്യുൻ വാലിദാക്, നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ? ഫഖാല റജുലു, ആ സഹോദരനുടനെ പറഞ്ഞു അത്രേ, നഅം യാ റസൂലല്ലാഹ്, നബിയേ, നബിയേ, എന്റെ മാതാവും പിതാവും ജീവിച്ചിരിപ്പുണ്ട് നബിയേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റു മക്കളില്ലാത്തതാകുന്ന മാതാപിതാക്കൾക്ക്, മറ്റു മക്കളില്ലാത്തതാകുന്ന ആ സഹോദരനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫഫീഹിമാ ജാഹിദ് ഇർജി ഇലൈഹിമാ, പൊന്നുമോനെ, നീ നിന്റെ മാതാപിതാക്കളിലേക്ക് മടങ്ങി പോകണേ. പരിശുദ്ധമാക്കപ്പെട്ട ഉഹദിന്റെ രണാങ്കളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി ആളുകളെ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്, സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാ ഈ അനുയായി വന്നുകൊണ്ട് പറയുന്നത്, നബിയേ, ഞാനും അവിടുത്തോടൊപ്പം യുദ്ധത്തിന് വരാൻ കൊതിക്കുന്നുണ്ട് നബിയേ, യുദ്ധത്തിന് വരാൻ കൊതിക്കുന്നുണ്ട് നബിയേ. ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ടെന്നുള്ള മറുപടി കേട്ടപ്പോ നബി തങ്ങൾ പറയുകയാണ്, ഫഫീഹിമാ ജാഹിദ്, മാതാവും പിതാവും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരിൽ നീ ജിഹാദ് നടത്തണേ, അഥവാ അവർക്ക് സേവനം ചെയ്യുന്നതിന് വേണ്ടി നിന്റെ സമയത്തെ ചെലവഴിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. എത്രയോ ചെറുപ്പക്കാരാണ്, എത്രയോ സഹോദരങ്ങളാണ് തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ പരിഗണിക്കുന്നില്ല, മാതാപിതാക്കളെ ശ്രദ്ധിക്കുന്നേയില്ല, മാതാപിതാക്കൾക്ക് വേണ്ടുന്നതാകുന്ന ഖിദ്മത്തുകൾ കൊടുക്കുന്നില്ല. പ്രവാസ ലോകത്തേക്ക് പോകണമെന്ന് ഉമ്മയോട് പലവട്ടം ദുആ ഇറക്കാൻ ആവശ്യപ്പെട്ടപ്പോ പ്രായമുള്ളതാകുന്ന പ്രിയപ്പെട്ട ഉമ്മ സയ്യിദ് ഉസ്താദിന്റെ മക്ബറയിലേക്ക് അരി നേർച്ചയാക്കി, ഭക്ഷണം നേർച്ചയാക്കി, അവരുടെ കയ്യിലുള്ളതാകുന്ന സമ്പത്ത് നേർച്ചയാക്കി, യാസീനുകൾ ഓതി, ഖത്മുകൾ ഓതിയിട്ട് ഉമ്മ ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ, പടച്ചറബ്ബേ, ഈ സയ്യിദ് ഉസ്താദിന്റെ ബറക്കത്ത് കൊണ്ട് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ എത്രയും പെട്ടെന്ന് ഖൈറായ വിസ കിട്ടണേ അല്ലാഹ്, ഖൈറായ ജോലി കിട്ടണേ അല്ലാഹ്. പാതിരാത്രി സമയത്ത് തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നതാകുന്ന ഉമ്മയുടെ പ്രാർത്ഥനയ്ക്ക് പടച്ചറബ് ഉത്തരം കൊടുക്കുകയാണ്. സലാസു ദഅവാതിൻ മുസ്തജാബാ. ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തിയില്ലയോ, 3 കൂട്ടരുടെ പ്രാർത്ഥനകൾ ഉത്തരമുണ്ട് സാബ. അതിലൊന്ന് ദഅവത്തുൽ വാലിദി അലൽ വലദി, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യലാണ്, മക്കൾക്ക് വേണ്ടിയുള്ള ദുആണ്. തന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി മാതാപിതാക്കളെ ദുആ ചെയ്യണേ, ചെയ്യണേ. പിരാങ്കട്ടയിലുള്ള ഉമ്മ ദുആ ഇറക്കുകയാണ്, പടച്ചറബ്ബേ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്, ഖൈറായ നിലയ്ക്ക് നല്ലൊരു വിസവന് കൊടുക്കണേ അല്ലാഹ്.
ദുആയിരുന്ന ഒരാഴ്ച കഴിഞ്ഞില്ല, അവന്റെ കൂട്ടുകാര് മുഖേന ഖൈറായ ഒരു ജോലി അവന് തരപ്പെടുകയാണ്. അവൻ ഖത്തറിലേക്ക് പോവുകയാണ്, അവൻ കുവൈറ്റിലേക്ക് പോവുകയാണ്, അവൻ USA പോവുകയാണ്, അവനതാ സൗദിയിലേക്ക് കടക്കുകയാ. അവന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഒറ്റക്കാക്കിയിട്ട് അവനതാ പ്രവാസ ലോകത്തേക്ക് പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കള് ഒറ്റയ്ക്ക് ആണ് എങ്കിൽ അവരെ സന്തോഷിപ്പിക്കലല്ലാതെ, അവരുടെ പരിപൂർണ അനുമതിയല്ലാതെ നീ യാത്രയ്ക്കൊരുങ്ങരുതേ, ഒരുങ്ങരുതേ. പരിശുദ്ധമാക്കപ്പെട്ടതായ ജിഹാദിന് വേണ്ടി പോലും അല്ലാഹുവിന്റെ റസൂൽ അനുവദിച്ചിട്ടില്ല, റസൂലുള്ള അനുവദിച്ചിട്ടില്ല. പോകരുതേ, വരരുതേ. നിങ്ങൾ മാതാപിതാക്കൾക്ക് ഖിദ്മത്തെടുക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. മാതാവിന്റെ ദുആ കാരണമായി പ്രവാസ ലോകത്തേക്ക് പോകാൻ കഴിഞ്ഞ സഹോദരൻ 22 വയസ്സുള്ള സഹോദരനാണ്. 3 കൊല്ലം കഴിയുമ്പോൾ തിരിച്ചു വന്നുകൊണ്ട് വിവാഹാലോചന നടത്തുകയാണ്. നല്ല ഒരു തറവാട്ടിൽ നിന്ന് തറവാട്ട് മഹിമയുള്ള പെൺകുട്ടിയെ വിവാഹം കഴിച്ചുകൊണ്ട് അതിലൂടെ ദാമ്പത്യ ജീവിതം നയിച്ചുകൊണ്ട് അവളെ ഗൾഫിലേക്ക് കൊണ്ടുപോവുകയാണ്. അവന്റെ കൂടെ തന്നെ ഫ്ളാറ്റിൽ താമസിപ്പിക്കുകയാണ്. രണ്ടുപേർക്കും നല്ല ഒരു റാഹത്താകുന്ന ജീവിതം ഉണ്ടാവുകയാണ്. ഒരു ദിവസം തന്നെ പ്രിയപ്പെട്ട ഉമ്മയെ അവൻ ഫോൺ വിളിച്ചുകൊണ്ട് വിളിക്കുകയാണ്. അല്ലയോ പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട വാപ്പാ, നിങ്ങൾ രണ്ടുപേരും സൗദിയിലേക്ക് വരണേ, സൗദിയിലേക്ക് വരണേ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇതാ ഒരു വിസ ഞാൻ റെഡിയാക്കിയിരിക്കുകയാണ്. വല്ലാത്ത സന്തോഷത്തോടുകൂടി മാതാവും പിതാവും നാട്ടുകാരോട് യാത്ര പറയുകയാ. ഞങ്ങൾ ഞങ്ങളുടെ മക്കളുടെ സൗകര്യത്തിലേക്ക് പോവുകയാണ്. മകൻ വിളിച്ചിട്ടുണ്ട്, എന്റെ പ്രിയപ്പെട്ട മരുമകളുടെ ചാരത്തേക്ക് ഞാനിതാ പോവുകയാണ്, അവളുടെ കൂടെയാണ് ഇനിയുള്ള കാലഘട്ട ജീവിതമെന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരോട് യാത്ര പറയുന്നതായ പാവപ്പെട്ട ഉമ്മ അവസാനം ഫ്ലൈറ്റ് കയറി സൗദിയിൽ വന്നുകൊണ്ട് ഫ്ലൈറ്റ് ഇറങ്ങി തൻ ഫ്ലാറ്റിലേക്ക് വന്നുകൊണ്ട് കതക് തുറന്നു നോക്കുമ്പോ അല്ലാ തന്റെ മരുമകളാ പരിപൂർണ ഗർഭിണിയാണ്. പരിപൂർണമായ ഗർഭിണിയാകുന്ന പ്രിയപ്പെട്ടതാകുന്ന മരുമകളെ ആയാക്കാൻ വേണ്ടിയായിട്ടാണ് ഒരു വിസ കൊടുത്തിട്ട് പൊന്നുമ്മായോട് പറയുന്നത്, ഉമ്മാ നിങ്ങൾക്കൊരു ഉംറ ഇതാ നൽകുകയാണ്. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ, എന്ത് അപരാധമാണടാ നീ ചെയ്യുന്ന പൊന്നുമോനെ, എത്ര വലിയ തെറ്റുകുറ്റമാടാ നീ ചെയ്യുന്നത് പൊന്നുമോനെ. സയ്യിദ് ഉസ്താദിന്റെ മഖബറയിൽ വന്നുകൊണ്ട് നീ പൊട്ടിക്കരഞ്ഞാൽ പൊറുക്കപ്പെടുമോ പൊന്നുമോനെ. മാലിക് ബിൻ ദീനാറിന്റെ മഖബറയിൽ വന്നുകൊണ്ട് ഖത്തം തീർത്തിട്ട് ദ്വാരന്നാൽ പൊരുത്തപ്പെടുമോ പൊന്നുമോനെ. മാതാപിതാക്കളെ നോവിച്ചുകൊണ്ട് എന്തിനാ പൊന്നുമോനെ നിനക്കൊരു ജീവിതം വേണ്ട മോനെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിശക്തമായിട്ട് എതിർക്കുകയാണ്. പ്രവാസ ലോകത്തേക്ക് കൊണ്ടുവന്നിട്ട് തന്റെ പ്രിയപ്പെട്ട മകളുടെ, തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ആയാക്കാൻ വേണ്ടി അവിടെ കൂടുതൽ ചെലവുള്ളതുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഉമ്മയെ കൊണ്ടുവന്നുകൊണ്ട് അവരുടെ പ്രസവാനന്തര ശുശ്രൂഷകൾക്ക് വേണ്ടി നിർത്തുന്നതായ മുസ്ലിം സഹോദരങ്ങളിൽ നീ കേരളത്തിലില്ലയോ, കാസർഗോഡില്ലയോ? ശ്രദ്ധിക്കണേ സഹോദര, നിന്റെ സമ്പത്ത് മുഴുവൻ തകരാനും നീ ഇല്ലാതാകാനും നീ നശിക്കാനും അത് കാരണമായി തീരുമേ. പൊരുത്തത്തോടുകൂടിയല്ലാതെ അവരെ കൊണ്ടുപോയി നീ ബുദ്ധിമുട്ടിക്കല്ലേ. 60 വയസ്സുള്ള ഉമ്മയാണ്, ആ 60 വയസ്സ് വരെ നിനക്ക് വേണ്ടി ജീവിച്ച ഉമ്മയാണ്, നിന്നെ താരാട്ടുപാടി ഉറക്കിയ ഉമ്മയാണ്, നിനക്ക് വേണ്ടി ഉറക്കമഴിച്ച ഉമ്മയാണ്. നിനക്ക് സുഖമില്ലാതെ വന്നപ്പോ മംഗലാപുരം ഹോസ്പിറ്റലിന്റെ വരാന്തയിൽ മണിക്കൂറുകളോളം, ദിവസങ്ങളോളം, മാസങ്ങളോളം നിലയുറപ്പിച്ച പ്രിയപ്പെട്ട ഉമ്മയാണ്. ആ പ്രിയപ്പെട്ട ഉമ്മയെ നീ മറക്കല്ല. നിനക്ക് വേണ്ടി ഒരുപാടുകൾ മഖബറുകൾ നടത്തിയവരാണ്, നേർച്ച നടത്തിയവരാണ്. ദീനിന്റെ മജ്‌ലിസിൽ പൊട്ടിക്കരന്നുകൊണ്ട് ദുആ ചെയ്യാൻ ഉസ്താദുമാരോട് ആവശ്യപ്പെട്ടവരാ. ആ പ്രിയപ്പെട്ട മാതാപിതാക്കളെ മറക്കരുതേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു സഹോദരൻ വരികയാണ്. നബിയോട് പറയുകയാ, ഇന്നി ഉരീദുൽ ഹിജ്റത മഅക യാ റസൂലല്ലാഹ്.
നബിയേ നബിയേ, ഞാൻ അവിടുത്തെയോടൊപ്പം പരിശുദ്ധമാക്കപ്പെട്ട മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യാ ഞാൻ നിയ്യത്ത് വെക്കുന്നുണ്ട് നബിയേ, ഞാൻ ലക്ഷ്യം വെക്കുന്നുണ്ട് നബിയേ. ഹബീബായ തങ്ങൾ പറഞ്ഞു, നീ ഇന്ന് പോയിട്ട് നാളെ വരിക, ഇന്ന് പോയിട്ട് നാളെ വരണേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പറഞ്ഞേക്കുകയാണ്. മക്കയിൽ മുശ്രിക്കുകളുടെ ശല്യം സഹിക്കവയ്യാതായി അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രഹസ്യമായിട്ട് അവിടെ നിന്ന് പലായനം ചെയ്യാൻ തീരുമാനമെടുക്കാൻ. അപ്പോൾ ഒരു അനുയായി അറിഞ്ഞു. അനുയായി വന്നുകൊണ്ട് നബിയോട് ചോദിച്ചു, നബിയെ, അള്ളാന്റെ റസൂല് അവിടുത്തോടൊപ്പം ഇനി ഉരീദുൽ ഹിജ്റത മഅക, ജിഹാദല്ല, യുദ്ധമല്ല, അവിടുത്തോടൊപ്പം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യാൻ ഞാൻ എത്തുവെക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു, അവിടുത്തോടൊപ്പം വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ആ സംഗതി എങ്ങനെയോ അറിഞ്ഞു. മാതാപിതാക്കൾ ഭയങ്കര കരച്ചിലായി, വല്ലാത്ത കരച്ചിലായി, പൊട്ടിക്കരച്ചിലായി. കാരണം എന്താ, ഒറ്റ മോനേ ഉള്ളൂ. ഈ മകൻ അള്ളാന്റെ റസൂലിനോട് പോവുകയാണോ? മാതാപിതാക്കൾ ഭയങ്കര കരച്ചിൽ. അറഫൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ദാലിക, അല്ലാഹുവിന്റെ റസൂൽ അങ്ങോട്ട് അറിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ആ സഹോദരനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, എല്ലാ തയ്യാറെടുപ്പും എടുത്ത് കൂട്ടുകാരോട്, തന്റെ സുഹൃത്തുക്കളോടൊക്കെ ഞാൻ നബി തങ്ങളോടൊപ്പം യാത്ര പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് തയ്യാറെടുപ്പത്തിരിക്കുന്ന സഹാബിയോട് റസൂലുള്ളാഹി പറയുകയാ, ഇർജി ഫഅളിഹ്കുഹുമാ കമാ അബ്കൈതഹുമാ, നീ തിരിച്ചു പോണേ പൊന്നുമോനെ, നിന്റെ മാതാപിതാക്കൾ കരയിപ്പിച്ചതിന് പകരമായി അവരെ നീ ചിരിപ്പിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്നോട് വരണ്ട, എന്റെ കൂടെ നീ വരണ്ട, നീ എവിടെ പോയിന്നോ? പാപ്പാടെ ഉമ്മാടെ കൂടെ നിന്നു. ആര് പറയും? നബിയുനാ റസൂലുള്ളാഹി. മാതാപിതാക്കളെ എങ്ങനെ കരയിപ്പിച്ചോ അതേപോലെ ചിരിപ്പിച്ചിട്ടോ. ആര് പറയും? നബിയുനാ റസൂലുള്ളാഹി. അവരെ സന്തോഷിപ്പിക്ക് മുഹമ്മദ് റസൂലുള്ളാഹി. ഈ ഭൂമുഖത്ത് മനുഷ്യൻ നോക്കിയിരിക്കൽ കൂലിയുണ്ടെന്ന് പഠിപ്പിച്ചതാകുന്ന വസ്തു അള്ളാന്റെ റസൂൽ ഒന്നാമതായി പറഞ്ഞത് ഉമ്മയുടെ മുഖമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഉമ്മയുടെ മുഖത്ത് നോക്കിയിരിക്കൽ കൂലിയുണ്ടെന്ന് പഠിപ്പിച്ച മതത്തിന്റെ അനുയായികളാകുന്നു നമ്മൾ. ആ ഉമ്മയെ കൊണ്ടുപോയി വൃദ്ധസദനത്തിൽ വലിച്ചെറിയോ? അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. പൈസ കൂടുമ്പോ റബ്ബിനെ മറക്കുന്നു, പാപ്പായെ മറക്കുന്നു, ഉമ്മായെ മറക്കുന്നു. പ്രവാസ ലോകത്തുള്ള സഹോദരങ്ങൾ, 20 കൊല്ലം 30 കൊല്ലം ഒക്കെ കഴിയുന്ന സഹോദരങ്ങൾ, എല്ലാവരുടെയും കാര്യമല്ല, ഒരുപാട് ആളുകളുണ്ട് സ്വന്തം മാതാപിതാക്കളെ നെഞ്ചോട് ചേർത്തതാകുന്ന ആളുകൾ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആ മക്കളെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ഞാൻ അവരെ കുറിച്ചല്ല പറയുന്നത്. എന്നാൽ ചില ആളുകളുണ്ട് സ്വന്തം മാതാപിതാക്കളെ ശ്രദ്ധിക്കാത്തവർ, മാതാപിതാക്കളെ ഗൗനിക്കാത്തവർ, ആ മാതാപിതാക്കൾക്ക് വേണ്ടുന്നതാകുന്ന സേവനങ്ങൾ കൊടുക്കാത്തവർ, അവർക്ക് ഖിദ്മത്തെടുക്കുന്നതിൽ അവഗണന വെക്കുന്നവർ. അള്ളാഹു അതിനെ തൊട്ട് നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതിൽ നിന്ന് വ്യതിരക്തമായിട്ട് എത്രയോ സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. എവിടെ പോയാലും ഉമ്മയുടെ കാര്യം ചോദിക്കുക, ഡെയിലി ഉമ്മയെ ഫോൺ വിളിക്കുക. അതൊക്കെ വലിയ സന്തോഷമാണ് അവർക്ക്. നമ്മൾ മനസ്സിലാക്കൂ, ഇന്നലെ വിളിച്ചാലോ, ഇനിയിപ്പോ എന്താ? ഗൾഫിലുള്ള സഹോദരങ്ങൾ ആഴ്ചയിലെങ്കിലും നിർബന്ധമായിട്ടും സ്വന്തം മാതാപിതാക്കളെ ഫോൺ വിളിച്ചിട്ട് അവരുടെ വിവരങ്ങൾ അന്വേഷിക്കണം. അത് വാപ്പാക്കും ഉമ്മാക്കും വലിയ സന്തോഷമുള്ള സംഗതിയാണ്, വലിയ സന്തോഷമാണ്, റാഹത്താണ്. ഇത് പലരും ശ്രദ്ധിക്കുന്നില്ല. ശ്രദ്ധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരു പെരുന്നാളിന്റെ സുദിനത്തിൽ നീ ഇങ്ങോട്ട് വന്നിറങ്ങിയിട്ട് ആ സമയത്ത് മാത്രമായിട്ട് നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ അടുക്കൽ വന്നുകൊണ്ട് അവരുടെ കയ്യിലേക്ക് ഇറച്ചി വെച്ചു കൊടുത്തിട്ട് ഇത് വെക്കെന്ന് പറഞ്ഞിട്ട് അവരത് വെച്ച് പാചകം ചെയ്യുമ്പോൾ സുഭിക്ഷമായിരുന്ന് കഴിച്ചിട്ട് ടാറ്റയടിച്ചു പോകുന്ന രീതി ആകരുത് പ്രവാസ ലോകത്തുള്ള സഹോദരങ്ങളുടെ ജീവിതത്തിൽ. അതാണോ നിനക്ക്? അങ്ങനെയല്ല. വർഷത്തിലൊന്ന് വന്നിട്ട് അങ്ങനെ പോകരുത്. ദിവസേന അവരുമായി ബന്ധം പുതുക്കുക. വന്നിരുന്നു കൊണ്ട് ഒരുമിച്ചിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുക, മാതാപിതാക്കളുടെ കൂടെ ഇരുന്നു കൊണ്ട് ആഹാരം കഴിക്കുന്ന ഒരു സുദിനം. തന്റെ പ്രിയപ്പെട്ട ഭാര്യ, തന്റെ മാതാപിതാക്കൾ, തന്റെ മക്കൾ എല്ലാവരും കൂടി ഒരു തീൻമേശയുടെ ചുറ്റുവട്ടം ഇരിക്കട്ടെ, ഒരുമിച്ചിരുന്നു കൊണ്ട് ആഹാരം കഴിക്കട്ടെ. തന്റെ വാപ്പായുടെ കയ്യിൽ നിന്ന് ഒരു ഉരുള ആഹാരം വാങ്ങിയിട്ട് നീ കഴിക്കൻ. ഉമ്മ നിന്റെ ചൂടോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നൽകുന്നതാകുന്ന ഭക്ഷണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. എത്ര സ്നേഹമാണ് ആ പങ്കിടൽ. അള്ളാഹു തൗഫീഖ് തരട്ടെ. തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് അങ്ങോട്ടൊരു ഉരുള വെച്ചു കൊടുക്കുന്നു, ആ ഭാര്യ തിരിച്ചിങ്ങോട്ടും മക്കൾക്കും വെച്ചു കൊടുക്കുന്നു. ഇങ്ങനെ പരസ്പരം നമ്മുടെ കുടുംബത്തിൽ സ്നേഹത്തിന്റെ അന്തരീക്ഷം പൂമുട്ടു വിരിയട്ടെ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തി, നിർബന്ധമായി മാതാപിതാക്കളെ സ്നേഹിക്കണേ. മാതാപിതാക്കളോടുള്ള ലാളന അത് അനിവാര്യമാണ്, അവരോടുള്ള സ്നേഹം അനിവാര്യമാണ്.
പരിശുദ്ധ ഖുർആൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ആരാധിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തിയതാകുന്ന സ്ഥലങ്ങളിലെല്ലാം മാതാപിതാക്കളോട് നന്മ ചെയ്യണേ, മാതാപിതാക്കളോട് നന്മ ചെയ്യണേ. എല്ലാ സ്ഥലത്തും അല്ലാഹു ഉണർത്തിയിട്ടുള്ളത്. അള്ളാഹുവിനോട് നിങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുക, മാതാപിതാക്കളോട് നന്ദി പ്രകാശിക്കുക. അള്ളാഹുവിനോട് അനുസരണ കാണിക്കുക, മാതാപിതാക്കളോട് അനുസരണ കാണിക്കുക. റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക, മാതാപിതാക്കളോട് നിങ്ങൾ വഴിപ്പെടുക. എല്ലാ ആയത്തുകളും അത്തരത്തിലാ പോകുന്നത്. എടുത്തെടുത്ത് പറയുന്നു. കാരണം അള്ളാഹു റബ്ബാണ്, സംരക്ഷകനാണ്. അതേപോലെ റബ്ബാണ് നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, നിന്റെ ദുന്യാവിലുള്ള സംരക്ഷകരാണ്. ദുന്യാവിൽ നിനക്ക് വേണ്ടുന്ന വസ്തുതകൾ മുഴുവനും നൽകുന്നവരാണ് നിന്റെ മാതാപിതാക്കൾ. അതുകൊണ്ട് ആ രണ്ട് റബ്ബിനെയും അടുപ്പിച്ചടുപ്പിച്ച് അള്ളാഹു ഓർമ്മപ്പെടുത്തി. രണ്ടുപേരെയും നീ ശ്രദ്ധിക്കണേ. അള്ളാഹുവിനെ ശ്രദ്ധിക്കുന്നതിനോടുകൂടി മാതാപിതാക്കളെ നീ ഗൗനിക്കണേ. വിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതൽ ഗൗനിക്കേണ്ടത് എപ്പോഴാ? പ്രായം ചെല്ലുമ്പോൾ. നമ്മൾ ഏറ്റവും കൂടുതൽ ഗൗനിക്കാത്തത് എപ്പോഴാ? പ്രായം ചെല്ലുമ്പോൾ. അവരെ ശ്രദ്ധിക്കുന്നത് ഏറ്റവും കൂടുതൽ ആ സമയത്താണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അത് എടുത്തു പറഞ്ഞത്. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്. നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാളോ അല്ലെങ്കിൽ രണ്ടുപേരോ പ്രായാധിക്യം ചെന്ന സമയത്ത് നിന്റെ അടുക്കലെത്തിച്ചാൽ ഫലാ തഖുൽ ലഹുമാ ഉഫ്. അവരോട് ഒരു നിലയ്ക്കുള്ളതാകുന്ന ചെയ്യുന്ന വർത്തമാനം പോലും, മുഖം കറുപ്പിക്കുന്ന വർത്തമാനം നീ പറയരുതേ. വിശുദ്ധ ഖുർആൻ എന്ന ഒരൊറ്റ വാക്ക്, ആ വാക്ക് തന്നെ മതി മാതാപിതാക്കളെ വേദനിപ്പിക്കാൻ. അത് നീ പറയരുത്. അത്രത്തോളം നിസാരമറ്റതാകുന്ന പദങ്ങൾ പോലും നിന്റെ മാതാപിതാക്കളുടെ മുന്നിൽ നീ ചെയ്യാൻ പാടില്ല. നബിയുനാ റസൂലുള്ളാഹി. ഇന്ന് മാതാപിതാക്കളുടെ മുന്നിലൂടെ നടക്കുന്നു, അവരിയ്ക്കുന്നതിന് മുമ്പ് ഇരിക്കുന്നു, അവർ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കുന്നു, അവർക്ക് വേണ്ടി വെച്ചതാകുന്ന കറി കൂടി കഴിച്ചു തീർക്കും. ഒക്കെ ഇന്നത്തെ മക്കൾ പോകുന്ന ചുവട്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇതൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ വലിയ അമലാണ്, വലിയ തൗഫീഖാണ്. നമ്മുടെ ദുനിയാവിന്റെ രക്ഷപ്പെടും, ആഖിറവും രക്ഷപ്പെടും. അല്ലെ? മാതാപിതാക്കൾക്ക് വേണ്ടി വെച്ചതാകുന്ന ആഹാരങ്ങൾ പോലും അവരിയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ കഴിക്കണം. വാപ്പായും ഉമ്മായും ഇന്നും അതേ പഴയ നിലപാട് തന്നെ. ഇപ്പോഴും ഏറ്റവും ലാസ്റ്റ് ആഹാരം കഴിക്കുന്നത് വാപ്പായും ഉമ്മായും. ഇല്ലെങ്കിൽ വാപ്പ കഴിച്ചാലും ഉമ്മയെ ശ്രദ്ധിച്ചു നോക്കി ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും. മക്കളെല്ലാം കഴിച്ചു. അവസാനം കറിയിലുണ്ടായിരുന്ന 3 പൊരിച്ച മീനും കൂടി തീന്മേശയിൽ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. മക്കള് കഴിപ്പിക്കുകയാണ്, മാതാവ് കഴിപ്പിക്കുകയാണ്. മാതാവ് അവസാനം മീനുണ്ടാവൂല, കറിച്ചട്ടിയിൽ ഒരു കറി പോലും ബാക്കി ഉണ്ടാവൂല, എന്നാലും കൊണ്ടുവന്ന് വെച്ചു കൊടുക്കും. അതാണ് ഉമ്മ. വല്ലാത്ത സ്നേഹമാണ്, വല്ലാത്ത സ്നേഹം. ശരിയല്ല ഈ പറയുന്നത്? ആ ഉമ്മയുടെ പാത്രത്തിൽ അവസാനം വന്ന് നോക്കിയാൽ കറിച്ചട്ടിയിലായിരിക്കും അവർ കൈയിടുന്നത്. ഒന്നും ഉണ്ടാവൂല, വടിച്ചു കഴിക്കുകയായിരിക്കും അവര്. നല്ല ഭക്ഷണമായിരുന്നു, നല്ല കറിയാണെന്ന് ഉച്ചയ്ക്ക് പറഞ്ഞുകൊണ്ട് അവരല്പം മാറ്റിവെച്ചതാണ് മീൻകറി. ഇൻഷാ അല്ലാഹ് വൈകിട്ട് കൂട്ടാന്ന് കരുതി. വൈകിട്ട് നോക്കിയപ്പോൾ 1-2 കൂട്ടുകാരുമായിട്ട് മക്കൾ വന്നു, എടുത്തു വെച്ച് കൊടുക്കും. ഒരു മടിയുണ്ടാവൂല മാതാവിനെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ തന്നെയാണ് ഭാര്യമാരും. നമ്മുടെ ഭാര്യമാരും നമ്മുടെ പ്രിയപ്പെട്ട മാതാവും അവരനുഭവിക്കുന്ന തീഷ്ണമാകുന്ന ബുദ്ധിമുട്ടുകൾ അറിഞ്ഞിരുന്നുവെങ്കിൽ അവർക്ക് ഖിദ്മത്ത് എടുത്തുകൊണ്ട് നമ്മൾ കൂടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ.
വൈകുന്നേരം നീ കയറി വന്നുകൊണ്ട് സുഭിക്ഷമായ ആഹാരം കഴിച്ച് നേരെ കടപ്പുറയിൽ പോയി നീ കടന്നുറങ്ങല്ലേ. നിന്റെ പ്രിയപ്പെട്ട ഭാര്യയും നിന്റെ പ്രിയപ്പെട്ട മാതാവിനോടും അല്പനേരം സംസാരിച്ച് അവരുടെ വിഷമങ്ങളും അവരുടെ ദുഃഖങ്ങളും ഒക്കെ കേട്ട് അതൊന്ന് പരിപൂർണമായി കേട്ടുകൊണ്ട് അതിനൊരു സൊല്യൂഷൻ കാണാതെ നീ പോയി കിടക്കരുത്. അവരോടൊക്കെ ഒന്ന് സംസാരിക്കാൻ നീ സമയം കണ്ടെത്തി. നിന്റെ മക്കളോട് ഒരു 10 മിനിറ്റ് ഇരിക്കാൻ. ആ മക്കളുടെ പഠിത്തം എവിടം വരെയായി, സ്കൂളിലെ പഠിത്തം എവിടം വരെയായി, ഇന്നെന്താ പഠിപ്പിച്ചത് ടീച്ചർ, ഇന്ന് മദ്രസയിൽ ഉസ്താദ് ഓദിച്ച സൂറത്ത് എന്താ, ഇതൊക്കെ പഴയ തലമുറയിൽ ചോദിച്ചിരുന്നു മാതാപിതാക്കൾ. മോളെ ഇന്നെന്താ സ്കൂളിൽ പഠിപ്പിച്ചത്, ഇന്ന് മദ്രസയിൽ എന്താ ഓദിച്ചത്, ഒന്ന് ഓദിക്കേ, നീ ഓതിയൊന്ന് ഞാനെന്ന് കേൾക്കട്ടെ. ഏത് വാപ്പയാ പറയുന്നത്, ഏത് ഉമ്മയാ പറയുന്നത്? അതേ മക്കളോട് തന്നെ റിയാലിറ്റി ഷോകളിൽ ആടാനും പാടാനും അർദ്ധനഗ്നരായി പോയിരുന്ന് തുണിയില്ലാതെ കിടന്നുകൂടി ഡാൻസ് കളിക്കുന്നതാകുന്ന മക്കളെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഡിസ്കോ കളിപ്പിക്കാൻ, ജനമധ്യത്തിൽ മക്കളെ ഡിസ്കോ കളിപ്പിക്കാൻ വേണ്ടി മാതാപിതാക്കൾ വല്ലാതെ ശ്രദ്ധ പിടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആ മക്കളെ ജനമധ്യത്തിൽ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ 10 പേര് കൂടുമ്പോ, കുടുംബാദികൾ കൂടുമ്പോ, ഒരു കുടിയിരിക്കൽ ഉണ്ടാകോ, ഒരു കുറ്റൂസ് ഉണ്ടാകുമ്പോ, ഒരു ജനമധ്യത്തിൽ ഒരു ഗൃഹപ്രവേശനം ഉണ്ടാകുമ്പോ തന്റെ കുടുംബാദികളുടെ മുന്നിൽ വെച്ച് എന്റെ മകനാണ് ഉസ്താദെ, ഇവന്റെ ഓതലൊന്ന് കേട്ടു നോക്കൂ, ഫാത്തിഹ സൂറത്ത് ഒന്ന് ഓതി ഉസ്താദുമാരെ കേൾപ്പിക്കുന്ന, അല്ലെങ്കിൽ മുതിർന്നതാകുന്ന വ്യക്തികളെ കേൾപ്പിക്കുന്ന ഉമ്മമാരെ കേൾപ്പിച്ച്, അല്ലെങ്കിൽ ആലിമീങ്ങളെ കേൾപ്പിച്ച്, മുതിർന്നതാകുന്ന ഉപ്പമാരെ കേൾപ്പിച്ച് അവരുടെ ആശീർവാദത്തോടുകൂടി അവരുടെ പൊരുത്തത്തോടുകൂടി ജീവിക്കുന്ന മക്കൾ എത്ര പേരുണ്ട് ചിന്തിച്ചു നോക്ക്. നമ്മൾ സിനിമാ പാട്ട് പാടിക്കും, ഉസ്താദ് നല്ല സൂപ്പറായിട്ട് പാടും കേട്ടോ, നമ്മളോർക്ക് അൽഹംദുലില്ലാഹ് നല്ല മാപ്പിളപ്പാട്ടായിരിക്കും, അവസാനം നബിയെക്കുറിച്ചല്ലോ ഒന്നുമല്ല വേറെയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് കാലഘട്ടം. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് സിനിമാ പാട്ടൊന്നും അല്ല പോകേണ്ടത്, നമ്മുടെ മക്കളെ ദീനിയായ രീതിയിലേക്ക് കൊണ്ടുവരാൻ. അങ്ങനത്തെ മക്കളെ കൊണ്ടാണ് നമുക്ക് നാളെ പ്രയോജനം. മക്കളെ മാതാപിതാക്കൾക്ക് ഖിദ്മത്തെടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തിയില്ലയോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു സഹോദരൻ കടന്നു വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ് ഇന്നലി വാലിദാ ഉൻഫിഖു അലൈഹാ. നല്ലൊരു ചരിത്രം ശ്രദ്ധിക്കുക നിങ്ങൾ. ഞാൻ പോകുന്ന കുറച്ച് ചരിത്രങ്ങൾ, അത് തന്നെ അറബി ചരിത്രങ്ങൾ, നടന്നതാകുന്ന ചരിത്രങ്ങൾ ശ്രദ്ധിക്കുക. അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് ഒരു സഹാബി വര്യം പറയാ, നബിയെ എനിക്ക് മാതാവുണ്ട്, പാപ്പ മരണപ്പെട്ടു പോയി ചെറുപ്പത്തിൽ, മാതാവ് മാത്രമുണ്ട്. ഉൻഫിഖു അലൈഹ, ആ മാതാവിന് വേണ്ടുന്ന സഹോദരി ഞാൻ കൊടുക്കുന്നുണ്ട്, എന്തു വേണമെങ്കിലും കൊടുക്കും. ഇതൊരുപാട് പ്രവാസികൾക്ക് പറയാനുള്ള കഥയാണ്. ഒരുപാട് സഹോദരങ്ങൾക്ക് ഒരുപക്ഷെ പറയാനുള്ള കരയാൻ. രാവിലെ പ്രഭാത സമയത്ത് പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ബാങ്ക് കേട്ടുണ്ട് പള്ളിയിലേക്ക് പോയി സുബൈ നമസ്കരിച്ചിട്ട് സുബൈ നമസ്കാരം കഴിഞ്ഞ് തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ ഖബറിന്റെ ചാരത്ത് വന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് യാസീനോദി ദുആ ചെയ്തിട്ട് മാതാപിതാക്കൾക്ക് ഹദിയാക്കി കൊടുത്തുകൊണ്ട് അവസാനം തന്റെ പ്രിയപ്പെട്ടതാകുന്ന മക്കളോടൊപ്പം രാവിലത്തെ ചായയും കുടിച്ചുകൊണ്ട് കച്ചവടത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന പകലന്തിയോളം പാടത്തും പറമ്പത്തും പണിയെടുക്കുന്ന പട്ടിണിപ്പാവങ്ങളാകുന്ന സഹോദരങ്ങൾക്ക് ഒരുപക്ഷെ ഇത് പറയാനുണ്ടാകും ഈ കഥ. അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ അത്തരത്തിലൊരു സ്വഹാബി വര്യം വന്നിട്ട് നബിയോട് പറയാം, എനിക്കൊരു മാതാവുണ്ട് നബിയെ, ഉൻഫിഖു അലൈഹ, ആ മാതാവിന് ഞാൻ നല്ലതുപോലെ ചെലവഴിക്കുന്നുണ്ട്, ഭക്ഷണം കൊടുക്കുന്നുണ്ട്, നല്ലതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ ആ മാതാവിന് ഒരു പ്രശ്നമുണ്ട്, എന്താണെന്നറിയോ? വഹിയ തുഅദീനി ബിലിസാനിഹാ, എപ്പോഴും നാവെടുത്തിട്ട് എന്നെ ചീത്ത വിളിക്കുക, എന്നെ കുറിച്ച് മോശത്തരം പറയും. അങ്ങനെ ഉണ്ടാവും മിക്ക ഉമ്മമാരും. ഒരിക്കലും ചെയ്യാൻ പാടില്ല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ആരെങ്കിലും വന്ന് വിരുന്നിന് വന്നു കഴിഞ്ഞാൽ പറയും, എല്ലാ രീതിയിൽ നോക്കുകയാണ്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ഈ മകനാണ്, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നവനാണ്, അവർക്ക് വേണ്ടുന്ന വസ്ത്രം കൊടുക്കുന്നതും ഭക്ഷണം നൽകുന്നതും നല്ല രീതിയിൽ അവരുമായിട്ട് സംതൃപ്തമാകുന്ന ജീവിതം നയിക്കുന്ന മകനാണ്. എന്നിരുന്നാൽ പോലും കുടുംബാദികൾ വരുമ്പോൾ പറയും, ഓ ഇല്ലവനല്ലേ അല്ല അച്ഛാ, അവനെ ഒന്നും നോക്കത്തോലില്ല, കാതിർച്ച ഒന്നും നോക്കത്തില്ല അല്ലേ അച്ഛാ, ശരിയല്ല എന്ന് പറയും. നമ്മുടെ മോൻ അവൻ റെഡിയല്ല, അവൻ നല്ലപോലെ നോക്കുന്നില്ല, എന്നെ നല്ലതുപോലെ ശ്രദ്ധിക്കുന്നില്ല, എന്നെ നല്ലപോലെ ഗൗനിക്കുന്നില്ല, എനിക്ക് ഭക്ഷണം നൽകുന്നില്ല, വസ്ത്രം നൽകുന്നില്ല, എന്റെ കാര്യങ്ങൾ ഗൗനിക്കുന്നില്ല. അല്ലെങ്കിൽ അവന്റെ ഭാര്യ മരുമകളായിട്ട് കയറി വന്നിട്ടുള്ള ഇന്നടുത്തുള്ള പോലെ ചട്ടഞ്ചാലിലെ പെണ്ണ്, ഇല്ലെങ്കിൽ ഇന്ന സഹോദരി, അവൾ നല്ലവളല്ല, അവളെ ശ്രദ്ധിക്കുന്നില്ല, എന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോശത്തരം പറയുന്നതാകുന്ന ഉമ്മയാണ് എനിക്കുള്ളത്. ആര് പറയാ? ഒരു സ്വഹാബി വന്നുകൊണ്ട് നബിയോട് പറയാ. ഇതൊക്കെ പലർക്കുണ്ടാവും. ആ ഉമ്മ, അത്തരത്തിലുള്ള ഉമ്മമാരെ അള്ളാഹു നന്നാക്കി തരുമാറാവട്ടെ. നമുക്ക് ദുആ ഇറക്കാനല്ലേ പറ്റൂ. പക്ഷെ ക്ഷമിക്കണം, അതാ റസൂലുള്ളാഹി പറഞ്ഞത്.
അതുകൊണ്ട് നബിയെ, ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്റെ ഉമ്മയ്ക്ക് ഖിദ്മത്തെടുത്തിട്ട് എനിക്ക് കൊതി തീർന്നിട്ടില്ല. ഉമ്മാക്ക് ഞാൻ എപ്പോഴും ഖിദ്മത്തെടുക്കുന്നുണ്ട്, എന്തും കൊടുക്കുന്നുണ്ട്. ഉംഫിഖു അലൈഹ, ഉമ്മയ്ക്കുള്ള ചെലവുകൾ മുഴുവനും ഞാനാ വഹിക്കുന്നത്. ഉമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്, അവിടെ ശുശ്രൂഷിക്കുന്നത്, അവരുടെ വസ്ത്രങ്ങൾ മാറ്റി കൊടുക്കുന്നത് ഒക്കെ ഞാനാണ് ചെയ്യുന്നത്. പക്ഷേ നാവ് കൊണ്ട് എന്നെ വല്ലാതെ ശല്യം ചെയ്യുന്നുണ്ട്. എന്നെക്കുറിച്ച് നാട്ടുകാരോട്, കുടുംബക്കാരോട്, അയൽവാസികളോടൊക്കെ പറയും, അവൻ നോക്കുന്നില്ല, അവൻ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെക്കുറിച്ച് അപവാദം പറയാണ് നബിയെ. قال النبي صلى الله عليه وسلم, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ ആ സ്വഹാബിയോട് പറഞ്ഞു അത്രേ, അദ്ദി ഹഖഹാ, അദ്ദി ഹഖഹാ, നിന്റെ മാതാവിനോടുള്ള ബാധ്യത നീ നിറവേറ്റണേ. ഈ നാവ് കൊണ്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ നിനക്ക് ചിലപ്പോൾ ചൊറിയുന്നുണ്ടാകും, ചിലപ്പോൾ ദേഷ്യം വന്നിട്ടുണ്ടാകും. നിന്റെ ഈ മാതാവിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടൊന്ന് ഒഴിവാക്കി കൊടുക്കുക എന്ന് കരുതുന്നുണ്ടാകും. പക്ഷേ ആ മാതാവിനോട് നീ അങ്ങനെ ചെയ്യരുത്. അത് പ്രായത്തിൻ്റെതാകുന്ന അപചയം കൊണ്ട് ഉണ്ടാകുന്നതാണ്. അത് ചാബല്യമാണ്, പ്രായത്തിന്റെ ചാബല്യം കൊണ്ട് ഉണ്ടാകുന്നതാണ്. അത് നീ മൈൻഡ് ചെയ്യേണ്ടതില്ല. എന്നിട്ട് റസൂലുള്ള ഒരു വാക്ക് പറയാണ്, അള്ളാന്റെ റസൂൽ ഒരു പറക്ക് പറയാ. അതാണ് മനസ്സിലാക്കേണ്ടത്, അതാണ് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ആ സഹോദരന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ്, ലൗ ഖതഅത ലഹ്മക അദ്ദൈത റുബ്അ ഹഖിഹാ. നിന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന നേരത്ത്, ആ ഉമ്മയ്ക്ക് സ്തനാർബുദം വന്നതാകുന്ന സമയത്ത്, അർബുദം സ്തനത്തിന് ബാധിച്ചപ്പോ ആ ഉമ്മയുടെ ഭാഗങ്ങൾ കഷ്ണിച്ച് മുറിച്ചു മാറ്റിയതിന്റെ പേരിൽ നിന്റെ തൊടയുടെ ഭാഗങ്ങളിൽ നിന്നങ്ങാണ് മാംസം എടുത്തിട്ട് അവിടെ ഭിത്തി ചെയ്യാൻ വേണ്ടി ഡോക്ടർ ആവശ്യപ്പെടുകയും അങ്ങനെ അത് ചെയ്യാൻ വേണ്ടി നീ തയ്യാറെടുക്കുകയും ചെയ്താൽ, ലൗ ഖതഅത ലഹ്മക മാ അദ്ദൈത റുബ്അ ഹഖിഹാ, നിന്റെ ശരീരത്തിൻ്റെതാകുന്ന വിലപ്പെട്ടതാകുന്ന സ്ഥലത്തുള്ള മാംസതളങ്ങൾ ഒരു പിച്ചാത്തി എടുത്തുകൊണ്ട് മുറിച്ചെടുത്താലും തന്നെ മോനെ, നിന്റെ മാതാവിനോടുള്ള ബാധ്യതയിൽ 1% പോലും നീ പൂർത്തീകരിച്ചവനല്ല. നീ 1% പോലും പൂർത്തീകരിച്ചവനല്ല. അല്ലാഹു ഖിദ്മത്തിന് തൗഫീഖ് തരട്ടെ. ഭയങ്കര വാക്കാണ് പറഞ്ഞത്, ചെറിയ വാക്കല്ല. മാതാവിന്റെ മാതാപിതാക്കളുടെ ചാരത്തേക്ക് നീ ചെല്ലുമ്പോ, സുഖമില്ലാതെ കിടക്കുന്ന മാതാപിതാക്കളുടെ അടുത്തേക്ക് ഒരു ഹോം നേഴ്സ് പോലുമില്ല, നീ തന്നെ ഖിദ്മത്തിന് വേണ്ടി ചെല്ലുകയാണ്. കയ്യൊറ ധരിച്ചുകൊണ്ട് അവരുടേതാകുന്ന ശരീരത്തിൽ നിന്ന് നിർഗളിക്കുന്നതാകുന്ന മോശപ്പെട്ട മാലിന്യങ്ങൾ, ദിവസങ്ങളായി കിടക്കുന്ന അടിഞ്ഞുകൂടി കിടക്കുന്ന മാലിന്യങ്ങൾ, പുറത്തേക്ക് തള്ളിയതാകുന്ന മാതാവിന്റെയും പിതാവിന്റെയും മാലിന്യങ്ങൾ ഒരു പ്ലേറ്റിലേക്ക് നീ വടിച്ചെടുക്കുമ്പോ, ദിവസങ്ങളായിട്ടാണ് കടന്നു വരുന്നത്, മാസങ്ങൾ താമസിച്ചിട്ടാണ് കടന്നു വരുന്നത്. അതുകൊണ്ട് വല്ലാത്ത നാറ്റമായിരിക്കും നിനക്കുണ്ടാവുക. അസഹ്യമായ ദുർഗന്ധം നിമിത്തമായിട്ട് നീ മൂക്കൽപ്പമൊന്ന് ചുളിച്ചു പോയാൽ, നിന്റെ മൂക്കൽപ്പമൊന്ന് പൊത്തിപ്പോയാൽ, നീ ഉഫെന്ന പദത്തിനേക്കാൾ കൂടുതൽ മോശത്തരം പ്രവർത്തിച്ചവനായ ഇമാം ഫഖറുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് എന്താണ് പറയുന്നത് പൊന്നുമോനെ, എന്താണ് പറയുന്നത് ഉമ്മ? നമ്മുടെ പ്രിയപ്പെട്ടതാകുന്ന മക്കളെ കുറിച്ചാണ് ഇമാം ഫഖറുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് പറയുന്നത്. നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ സുഖമില്ലാതെ മംഗലാപുരം ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അവർ ഡേഴ്സുമാര് പറഞ്ഞു, ഈ മാതാവ് പിതാവും രണ്ടുപേരെയും കൊണ്ടുപോയിക്കോളണേ. അവർ ഇനി ഒരു കാലത്തും ഇനി തിരിച്ചു വരൂല, ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാവൂല. മരിക്കാൻ പോയാണ്, അവസാന സമയമാണ്. തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ആംബുലൻസിൽ പിലാക്കട്ടയിലേക്ക് കൊണ്ടുവന്ന ചെറുപ്പക്കാരൻ കൊണ്ടുവന്ന് വീടിന്റെ അകത്തളത്തിൽ കൊണ്ടുവരുകയാണ്. നാട്ടുകാർ വന്നുകൊണ്ട് കാണുകയാണ്, കുടുംബക്കാർ വന്നുകൊണ്ട് കാണുകയാണ്, അയൽവാസികൾ വന്നുകൊണ്ട് കാണുകയാണ്. അല്ലാഹ്
വാപ്പാന്റെ ചാരത്തിരുന്നു കൊണ്ട് മരുമകള് പന്നിയിൽ മുക്കിക്കൊണ്ടതാ സംസം വെള്ളം വായിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. അവസാന സമയമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുകയാണ്. വാപ്പയുടെ അടുക്കലേക്ക് കടന്നിരിക്കാൻ മരുമക്കളല്ലാതെ മക്കളല്ലാതെ ആരും തന്നെ തുനിയൂല. അത്രത്തോളം ദുർഗന്ധമാണ്. ദിവസങ്ങളായി മലമൂത്ര വിസർജനം നടത്തിയിട്ട് മലമൂത്ര വിസർജനം പ്രയാസപ്പെട്ടുകൊണ്ട് നടക്കുകയാണ്. കടക്കുന്ന കടക്കയിൽ തന്നെ കിടക്കുകയാണ്. ആ കടക്കയിൽ കടന്നുകൊണ്ട് തന്നെ മലമൂത്ര വിസർജനം നടത്തുമ്പോ മടിയില്ലാതെ കടന്നു വരുന്ന പൊന്നോനെ, മടിയില്ലാതെ കടന്നു വരുന്ന പൊന്നമോളെ, നിന്റെ പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും എത്ര നാള് നിന്റെ ചെറുപ്പത്തിൽ നിന്നെ സേവിച്ചിരുന്നു. അതിന് പകരമായിട്ട് അവരുടേതാകുന്ന മാലിന്യങ്ങൾ നീ ഒരു പ്ലേറ്റിലേക്ക് കൈകൊണ്ട് വടിച്ചെടുക്കുമ്പോ നിന്റെ മുഖമെങ്ങാണം ചുളിച്ചു പോയാൽ നീ ചെയ്യുന്ന പദത്തിനേക്കാൾ വലിയ മോശത്തരം ചെയ്തുവന്ന് ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹ്. എന്തേ കാരണമെന്നറിയുമോ? 2 വയസ്സുള്ളതാകുന്ന സമയത്ത് നിന്റെ പ്രിയപ്പെട്ട ഉമ്മ, പിലാങ്കട്ടയിലുള്ള പാവപ്പെട്ട ഉമ്മ, 60 വയസ്സുള്ള ഉമ്മ നിന്നെ തോളിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് വിരുന്ന് സൽക്കാരത്തിന് പോയ നേരത്ത് ആ ഉമ്മയുടെ സുന്ദരമാക്കപ്പെട്ട പർദ്ദയിലേക്ക് നീ പേശാബ് ചെയ്തില്ലയോ? നീ മൂത്രമൊഴിച്ചില്ലയോ? നീ മലമൂത്ര വിസർജനം നടത്തിയില്ലയോ? ആ മാലിന്യങ്ങൾ ശരീരത്തിലേക്ക് വന്നപ്പോൾ പഴയ കാലഘട്ടങ്ങളിൽ ഒരു പാമ്പേഴ്സ് ഇല്ലാത്ത കാലഘട്ടത്തിൽ ഇന്നത്തെ പോലെ ഒറ്റ ചേർക്കുന്ന കാലഘട്ടത്തിലല്ല. പഴയ തലമുറയിൽ ആ ഉമ്മയതാ വശനാവുകയാണ്, ജനങ്ങളുടെ മുന്നിൽ വശനാവുകയാണ്. വാപ്പയുടെ മടിയിൽ നീ മൂത്രമൊഴിച്ചപ്പോഴും ഉമ്മയുടെ മടിയിൽ നീ വിസർജിച്ചപ്പോഴും എന്നോട് ദേഷ്യപ്പെടാതെ ചുംബനം കൊടുത്തുകൊണ്ട് കരയുന്ന പ്രിയപ്പെട്ട പൊന്നുമോനെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ വസ്ത്രമഴിച്ചു വെച്ചതായ ഉമ്മ, ആ വസ്ത്രമഴിച്ചുകൊണ്ട് വിരുന്ന സൽക്കാരം പരിപൂർണമാക്കാതെ തിരിച്ചു വന്ന വാപ്പ, ആ വാപ്പയ്ക്ക് പകരമായി, ആ ഉമ്മയ്ക്ക് പകരമായി, അവരുടെ രേഖത്തിന് പകരമായി നീ എന്ത് ചെയ്താലും മതിയാവൂല. വലാ തഖുൽ ലഹുമാ ഉഫ് വലാ തൻഹറുഹുമാ വലാ തൻഹറുഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. മാതാപിതാക്കളോട് മാന്യമായി സംസാരിക്കണേ, മാതാപിതാക്കളോട് മാന്യമായി സംസാരിക്കണേ. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഒരു സഹോദരൻ കടന്നു വരികയാണ്. കടന്നു വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ തൊട്ടുപിറകിൽ പ്രായം ചെന്ന ഒരു മനുഷ്യനുണ്ട്. നബി തങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ചെറുപ്പക്കാരനോട് ചോദിക്കുകയാണ്, മൻഹാദ, ഈ പിറകിൽ വരുന്ന മനുഷ്യരാനാണ്. അപ്പോഴാണ് ചെറുപ്പക്കാരൻ പറയുന്നത്, ഹാദാ അബീ, ഇതെന്റെ വാപ്പയാണ്, വാപ്പയാണ്. റസൂലുള്ള പറയുകയാണ്, പൊന്നുമോനെ, വാപ്പയ്ക്ക് മുന്നിലൂടെ നടക്കരുതേ, വാപ്പയ്ക്ക് മുന്നിലൂടെ നടക്കരുതേ. നീ എത്ര വലിയ സമ്പന്നനായിരുന്നാലും, നീ എത്ര വലിയ കോടീശ്വരനായിരുന്നാലും, നീ പരകോടിയോളമുള്ളവനായിരുന്നാലും, നീ ബാംഗ്ലൂരിലും മാംഗ്ലൂരിലും റോഡിന്റെ വിവിധ ഭാഗങ്ങളിലും ഫ്ലാറ്റുകളും സൗധങ്ങളും പണിതുയർത്തിയാലും വാപ്പയെ മറക്കല്ലേ, ഉമ്മയെ മറക്കല്ലേ. ആ പ്രിയപ്പെട്ട ഉമ്മയുടെ മുന്നിലൂടെ, ആ വാപ്പയുടെ മുന്നിലൂടെ, പ്രായം ചെന്ന ഉപ്പയുടെ മുന്നിലൂടെ, കൂലിപ്പണിക്കാരനായ വാപ്പ, കൃഷിക്കാരനായ വാപ്പ, അന്യന്റെ അടുക്കളയിലെ ചിൽപാത്രങ്ങൾ കഴുകിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന നാണയത്തുട്ടുകൾ കൊണ്ട് നിന്നെ വിദ്യാഭ്യാസം നൽകിയ പ്രിയപ്പെട്ട ഉമ്മ, ആ ചുക്കിച്ചുളിഞ്ഞതാകുന്ന മുഖമോർക്ക് പൊന്നുമോനെ, ആ ഉമ്മയുടെ മുന്നിലൂടെ നീ നടക്കരുതേ, നടക്കരുതേ. വലാ തജ്ലിസ് ഖബ്ല ഖുഊദി, നിന്റെ പ്രിയപ്പെട്ട വാപ്പയും ഉമ്മയും ഇരിക്കുന്നതിന് മുമ്പ് ഇരിക്കരുതേ, ഇരിക്കരുതേ. ഇന്ന് ചെറുപ്പക്കാരും കൂട്ടുകാരും ഒന്നിച്ച് എന്തൊക്കെയാണ് വീടിന്റെ അകത്തളത്തിൽ കാട്ടുകൂട്ടുന്നത്? ഫുട്ബോളുകൾ കാണുകയാണ്, കൂട്ടുകാരും ഒന്നിച്ചിരുന്നുകൊണ്ട് അശ്ലീലമാകുന്ന സിനിമകൾ കാണുകയാണ്, അശ്ലീലമാകുന്ന പാട്ടുകൾ കേൾക്കുകയാണ്. വാപ്പ വന്നുകൊണ്ട് പറയുന്ന പൊന്നുമോനെ, ഒന്ന് ടിവിയുടെ സൗണ്ട് ഒന്ന് കുറയ്ക്കടാ. വാപ്പയോട് ചൂടാവുന്ന, വാപ്പയോട് ദേഷ്യം പിടിക്കുന്ന മക്കള്, വാപ്പയെ ദേഷ്യം പിടിക്കുന്ന മക്കള്, വാപ്പ വിളിച്ചാൽ വിളി കേൾക്കാത്ത മക്കള്. റസൂലുള്ള പഠിപ്പിച്ചല്ലോ പൊന്നുമോനെ, നീ സുന്നത്ത് നമസ്കരിക്കുന്ന സമയത്തായാലും
മാതാപിതാക്കൾ വിളിച്ചു കഴിഞ്ഞാൽ ഉത്തരം നൽകണേ, ഉത്തരം കൊടുക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. സുന്നത്ത് നമസ്കരിക്കുകയാണ്, റബ്ബുമായിട്ടുള്ള മുനാജാത്താണ്, അല്ലാഹുമായിട്ടുള്ള കണക്ഷനാണ്. ആ കണക്ഷൻ പോലും പിടിച്ചുകൊണ്ട് നിന്റെ മാതാവിനും പിതാവിനും നീ ഉത്തരം കൊടുക്കണമെന്ന് മടിപ്പിച്ച മതത്തിന്റെ അനുയായികളാകുന്ന പിലാങ്കട്ടയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളോട് ഉമ്മനവസ്ഥാതിൽ ഒന്ന് മാത്രമേ ഓർമ്മപ്പെടുത്താനുള്ളൂ: വാപ്പയും ഉമ്മയും സംതൃപ്തപ്പെടുത്തണേ, വാപ്പയും ഉമ്മയെയും സംതൃപ്തപ്പെടുത്തണേ. അറിയുമോ, നിങ്ങൾക്കൊരു ചരിത്രം പറഞ്ഞുകൂടി ഈ വിനീതൻ അവസാനിപ്പിക്കുകയാണ്. ഒരു ചരിത്രം പറഞ്ഞിട്ട് അതൊരു വല്ലാത്ത ചരിത്രമാണ്. അത് പറയാതിരിക്കാൻ കഴിയില്ല, അത് കേൾക്കാതിരിക്കാൻ കഴിയില്ല. കേൾക്കണേ മുസ്ലിമേ, പഠിക്കണേ മുസ്ലിമേ, ഉൾക്കൊള്ളണേ മുസ്ലിമേ. ഈ ലോകം അവസാനിക്കാൻ ഒരു ദിനം കടന്നു വരുന്നുണ്ട്. ഈ ലോകം അവസാനിക്കാൻ ഈ സൂര്യനും പടച്ചതായ, ഈ ചന്ദ്രനെ പടച്ചതായ, ഈ തിളങ്ങി നിൽക്കുന്ന ആയിരക്കണക്കിന് നക്ഷത്രങ്ങള് പടച്ചതാകുന്ന പടച്ചറപ്പ് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്: സഹാബത്തെ, സഹാബത്തെ, ഈ ലോകം മുഴുവനും നശിക്കുമേ. റസൂലുള്ള അല്ലാഹു പറഞ്ഞതനുസരിച്ചുകൊണ്ട് ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ്, ആ പ്രവാചകൻ ഒരു ദിനത്തിൽ ഖബർ ശരീഫിലേക്ക് നടന്നു നോക്കുമ്പോ ജന്നത്തുൽ ബഖീയിൽ നിന്നൊരു രോദനം കേൾക്കുകയാണ്. പരിശുദ്ധമാക്കപ്പെട്ട മദീന പള്ളിയുടെ ചുറ്റുവട്ടത്തുള്ള ഖബർസ്ഥാനിൽ നിന്ന് ഒരു രോദനം കേൾക്കുകയാണ്, ഒരു കരച്ചിൽ കേൾക്കുകയാണ്. നബിതങ്ങൾ നോക്കുമ്പോ വല്ലാത്തൊരു ശബ്ദമാണ്, വല്ലാത്തൊരു ശബ്ദമാണ്. അൽ അമാൻ, അൽ അമാൻ മിൻ അദാബില്ലാഹി യാ റസൂലല്ലാഹ്. നബിയേ, 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 അവിടുന്ന് രക്ഷിക്കണേ, രക്ഷിക്കണേ. അൽ അമാൻ, അൽ അമാൻ മിൻ അദാബില്ലാഹി യാ റസൂലല്ലാഹ്. ഖബറിനകത്തുനിന്ന് കേൾക്കണം, ഖബറിനകത്തുനിന്ന്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖബറിന്റെ ചാരത്തേക്ക് വന്നു നിന്നു അത്രേ. അല്ലാഹുവിന്റെ റസൂൽ ഇതിൽ നിന്ന് തന്നെയാണോ? ഏതാ ഖബർ? അല്ലാഹുവിന്റെ റസൂൽ ആ ഖബർ കറക്റ്റ് ചെയ്തു. ഖബറിനടുത്ത് വന്ന് നോക്കി, സുബ്ഹാനല്ലാഹ്, ഖബർ ഏതാന്ന് വ്യക്തമായി. ഖബറിനകത്തുനിന്ന് വീണ്ടും ഒച്ചേക്കാം, വീണ്ടും ഒച്ചേക്കാൻ. അൽ അമാൻ, അൽ അമാൻ മിൻ അദാബില്ലാഹി യാ റസൂലല്ലാഹ്. അന്നാറു മിൻ ഫൗഖി والنار من تحتي والنار عن يميني والنار عن شمالي. الأمان، الأمان من عذاب الله يا رسول الله. നബിയേ, നബിയേ, എന്നെ ഒന്ന് രക്ഷിക്കണേ റസൂലേ, എന്നെ ഒന്ന് രക്ഷിക്കണേ റസൂലേ. എന്റെ തലയ്ക്ക് മീതെ നരകമാണ്, എന്റെ കാൽച്ചുവട്ടിൽ നരകമാണ്, എന്റെ വലതുഭാഗത്ത് നരകമാണ്, എന്റെ ഇടതുഭാഗത്ത് നരകമാണ്. ആരാണ് വിളിക്കുന്നത്? സഹോദര, ഒരു സഹോദരനാണ്, ഒരു ചെറുപ്പക്കാരനാണ്. ഖബറിനകത്ത് കടന്നുകൊണ്ട് നിലവിളിക്കുകയാണ്, ഖബറിനകത്ത് തീയിട്ട് ചുടുകയാണ്. ഖബറിനകത്തുള്ള നരകത്തെ കുറിച്ചാണ് കുമ്മനം ഉസ്താദ് ഓർമ്മപ്പെടുത്തുന്നത്. നാളെ പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് മഹ്ശറ കഴിഞ്ഞുകൊണ്ടുള്ള നരകത്തെ കുറിച്ചല്ല, നാളെ മീസാ കഴിഞ്ഞുള്ളതായ നരകത്തെ കുറിച്ചല്ല, ഹിസാബ് കഴിഞ്ഞിട്ടുള്ള നരകത്തെ കുറിച്ചല്ല. ഒരു നരകമുണ്ട് സഹോദരങ്ങളെ, അത് ഖബറിനകത്താണ്, ഖബറിനകത്താണ്. 6 അടി മണ്ണിന്റെ ഇരുട്ടറയിലാണ്. ആ ചെറുപ്പക്കാരൻ വിളിച്ചു പറയുകയാണ്: അൽ അമാൻ, അൽ അമാൻ മിൻ അദാബില്ലാഹി യാ റസൂലല്ലാഹ്. നബിയേ, നബിയേ, ഈ ഖബറിന്റെ ശിക്ഷയിൽ നിന്ന്, അല്ലാഹുവിന്റെ അദാബിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കണേ നബിയേ. ഖബറിനകത്ത് കിടന്നുകൊണ്ട് വിളിക്കുക, അത് അല്ലാഹുവിന്റെ റസൂൽ കേൾക്കുക. നബിതങ്ങൾ സാധാരണ മനുഷ്യനല്ലല്ലോ, നബിതങ്ങൾ സാധാരണ മനുഷ്യനല്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ കേട്ടു, ആ വിലാപം കേട്ടു. ഇന്നും വിളിക്കുന്നുണ്ടാവും, അങ്ങനെ ഇന്നും വിളിക്കുന്നുണ്ടാകും. നമ്മുടെയൊക്കെ മഹലിന്റെ ഖബർസ്ഥാനിൽ കിടന്നിട്ട് രോദനം കൊള്ളുന്നവരുണ്ടാകും. ആരാണവർ? ആരാണവർ? അടിച്ചു വെക്കും, ശ്രദ്ധിക്കും.
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ അബൂദർ ഗിഫാരി തങ്ങളെ വിളിക്കുകയാണ്. സഹാബത്തോടി വന്ന് ഖബറിന്റെ ചാരത്തേക്ക് വന്നു. അബൂദർ ഗിഫാരി തങ്ങളോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, യാ അബൂദർ, അബൂദർ നാദി ഫിന്നാസ് വൽ അഖാരിബിൽ മൗതാ അല്ലദീന യുദ്ഫനൂന ഫീ ഹാദൽ മഖാബിരി. ആരെയൊക്കെ ഈ പള്ളിയിലെ ഈ പരിശുദ്ധമാക്കപ്പെട്ട മദീനയുടെ ചുറ്റുവട്ടത്തുള്ള ജന്നത്തുൽ ബഖീന്റെ ഖബർസ്ഥാനിൽ ഏതൊക്കെ മുഅ്മിനീങ്ങളെ ഖബറടക്കിയിട്ടുണ്ടോ അവരെ എല്ലാവരെയും അഥവാ അവരുടെ കുടുംബക്കാരെ മുഴുവനും ഈ രാത്രിയിൽ തന്നെ വിളിക്കണേ സാബാ, ഈ രാത്രിയിൽ തന്നെ വിളിക്കണേ സാബാ. സഹാബത്ത് ഓടുകയാണ്. അബൂദർ ഗിഫാരി തങ്ങളെ കൂട്ടുകാരോട് ചെന്ന് പറയുകയാണ്. ഓരോ സഹാബത്തും ഓരോരുത്തരും പല പല ഭാഗത്തേക്ക് ഓടുകയാണ്. മദീനത്തെ തെരുവിലൂടെ ഓടുകയാണ്. ഓരോ വീട്ടുവാതിൽക്കൽ പോയി വിളിക്കുകയാണ്. കാര്യം നിസ്സാരമല്ല. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഒരാളെ തന്നെ പരിശുദ്ധമാക്കപ്പെട്ട മദീന പള്ളിയുടെ ചാരത്ത് ജന്നത്തുൽ ബഖീൽ അടക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ വരണേ. റസൂലുള്ള വിളിക്കുന്നുണ്ട്. എല്ലാവരും ഓടി വരികയാണ്. എല്ലാവരും കടന്നു വരികയാണ്. ഓരോരുത്തരും അവരവരുടെ കുടുംബക്കാരുടെ ഖബർസ്ഥാനിന്റെ സമീപത്ത് വന്നുകൊണ്ട് സ്ഥാനം പിടിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ നോക്കി, ഞാൻ നിൽക്കുന്ന ഈ ഖബറിന്റെ ചാരത്തേക്ക് ആരെങ്കിലും വരുന്നുണ്ടോ? ഒരാള് പോലും വരുന്നില്ല. ഹബീബായ നബി തങ്ങൾ വിളിച്ചു ചോദിച്ചു, ഈ ഖബറിന്റെ ആളുകൾ ആരെങ്കിലും ഉണ്ടോ? ഈ ഖബറിന്റെ കുടുംബക്കാരെങ്കിലും ഉണ്ടോ? അപ്പോഴാണ് ഫജാഅത്ത് ഇംറഅതാ, ഒരു പെണ്ണ് കടന്നു വരികയാണ്. ഒരു ഉമ്മ കടന്നു വരികയാണ്. വയോവൃദ്ധയായ ഉമ്മയാണ്. മുതവക്കിഅതൻ അലാ അസാഹാ, തന്റെ കയ്യിലുള്ള വടിയും കുത്തിപ്പിടിച്ചുകൊണ്ടാണ് കടന്നു വരുന്നത്. റസൂലുള്ളാഹിന്റെ ചാരത്തേക്ക് വരികയാണ്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ ആരാണ് ഈ കടക്കുന്നത്? ഉമ്മ പറയുകയാണ്, യാ റസൂലല്ലാഹ് ഹാദാ ഇബ്നി, ഇതെന്റെ മകനാണ് നബിയേ. വഖുറത്തു ഐനി യാ റസൂലല്ലാഹ്, ഇതെന്റെ കണ്ണിന്റെ കുളിർമയാണ്, ഇതെന്റെ ജീവന്റെ തുടിപ്പാണ്, ഇതെന്റെ പ്രിയപ്പെട്ട പൊന്നുമോനാണ്, ഇതെന്റെ രക്തമാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂലുടനെ ഉമ്മയോട് പറയുകയാണ്, ഉമ്മ നിങ്ങളുടെ മകൻ ഖബറിൽ ശിക്ഷ അനുഭവിക്കുകയാണ്. ആ മകൻ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ നിങ്ങളോട് ചെയ്തിട്ടുണ്ട് ഉമ്മ? ആ ഉമ്മ പറയുകയാണ്, ഉണ്ട് യാ റസൂലല്ലാഹ്. ആ പൊന്നമോൻ ഒരിക്കൽ കള്ളു കുടിച്ചുകൊണ്ട് എന്റെ വീടിന്റെ അകത്തളത്തിലേക്ക് കടന്നു വന്നു. അല്ലാഹ്, വീടി വലിക്കുന്ന ചെറുപ്പക്കാരാ, ലഹരി നുടയുന്ന സഹോദര, കള്ളു കുടിക്കുന്ന സഹോദരങ്ങളെ, പഠിച്ചു വെക്കണേ. അല്ലാഹുവിന്റെ റസൂലിനോട് ആ ഉമ്മ പറയുകയാണ്, കള്ളു കുടിച്ചുകൊണ്ട് ഒരിക്കൽ എന്റെ പ്രിയപ്പെട്ട പൊന്നമോന് എന്റെ അടുക്കലേക്ക് കടന്നു വന്നു നബിയേ. കള്ളു കുടിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, തലയ്ക്ക് വെളിവില്ലാതെയാണ് വന്നത്. മദ്യം കുടിച്ച് ലക്കും ലഗാനുമില്ലാതെ കടന്നു വന്നവൻ അതിശക്തമായി എന്നെ അടിച്ചു നബിയേ, എന്നെ ഇടിച്ചു നബിയേ, എന്നെ തൊഴിച്ചു നബിയേ. ഫളറബനി വറബൻ ശദീദാ. ഇന്നും എത്രയോ ചെറുപ്പക്കാരുണ്ട്, തന്റെ പ്രിയപ്പെട്ടതാകുന്ന പ്രവാസികളാകുന്ന കൂട്ടുകാര് ഗൾഫിൽ നിന്ന് ദുബായ് ഫ്ലൈറ്റിൽ വരുമ്പോ അവിടെ കൊടുക്കുന്നതായ ഫ്രീ ആയി കിട്ടിയ കുപ്പി കൊണ്ടുവന്ന് ന്യൂ ഇയർ ആഘോഷിച്ചവര്, ക്രിസ്മസ് രാവുകൾ ആഘോഷിച്ചവര്,
കൂട്ടുകാരും ഒന്നിക്കുമ്പോ കള്ളു കുടിച്ചവര്, മോശപ്പെട്ടതാകുന്ന ലഹരി നുണഞ്ഞവരില്ലയോ, തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ ഇടിക്കുന്നവരില്ലയോ, ഉമ്മയെ ചീത്ത വിളിക്കുന്നവരില്ലയോ, പാപ്പയോട് ദേഷ്യപ്പെടുന്നവരില്ലയോ, മക്കളെ അടിക്കുന്നവരില്ലയോ? പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. നബി തങ്ങളോട് ഉമ്മ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട നബിയെ, എന്റെ ഈ കടക്കുന്ന മകനുണ്ടല്ലോ, അവൻ കള്ളു കുടിച്ചുകൊണ്ട് ലക്കും ലഗാനുമില്ലാതെ കടന്നു വന്നിട്ട്